ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്ലിയർ ടോപ്പിക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ടൂളിനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഈ ടൂളിൻ്റെ പേരാണ് പിക്സ്ലർ. അപ്പോൾ പിക്സ്ലർ എന്ന് പറയുന്ന ഈ ടൂൾ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ടൂളാണ്. ഇതിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻസ് വരുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിരിക്കും ഡിസൈനേഴ്സിന്. ഇനിയിപ്പോൾ ഡിസൈൻ സ്കില്ലില്ലാത്ത ആൾക്കാർക്ക് കൂടി വളരെ യൂസ്ഫുള്ളാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ ഒരു ഡെയിലി ലൈഫിൽ എല്ലാവരും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. ഡിസൈനിങ് സ്കിൽസ് എന്താ പറയുക ഇല്ലെങ്കിൽ കൂടി ഡിസൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ പിക്സ്ലർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലും വളരെയധികം കളക്ഷൻസ് ഓഫ് ടെംപ്ലേറ്റ്സുകളുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ്, അതൊരു പോസ്റ്റ്, അതുപോലെ ആനിമേഷൻസ്, ഗിൽഡിഷ് എഫക്ട്സ്, വീഡിയോ എഫക്ട്സുകൾ, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, നമ്മളെ ഇമേജ് വെച്ച് റീപ്ലേസ് ചെയ്യാം, ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. വളരെ യൂസ്ഫുൾ. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും എന്താ പറയുക സിമിലർ ആയിട്ടും അല്ലെങ്കിൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഇമേജസ് മാറ്റുന്നതും ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നതും. കാരണം ഇൻസ്റ്റഗ്രാമിലും നമ്മൾ പല സ്ഥലത്തുകളും ഇങ്ങനത്തെ ടൂൾസുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വളരെ എളുപ്പമായിരിക്കും, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ടൂൾസാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. നല്ല വൃത്തിക്കായിട്ട് നമ്മളെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെംപ്ലേറ്റ്സുകൾ നമുക്ക് എന്താക്കാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്ത് നമ്മളെ സ്റ്റോറീസും അതുപോലെ പോസ്റ്റുകളും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഞാൻ പ്രത്യേകം ഇന്ന് എടുത്തു പറയാനുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക, അതായത് ബാക്ക്ഗ്രൗണ്ട് BG റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ്, BG റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിനെ പറ്റിയാണ് പറയാൻ വന്നിരിക്കുന്നത്. കാരണം ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാണ്. നമുക്കറിയാം UI ഡിസൈനേഴ്സിൻ്റെ കേസിൽ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ഇമേജസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മളത് ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡ്വാൻസ് ടൂൾ വെച്ചിട്ട് നമ്മൾ പെൻ ടൂളൊക്കെ വെച്ച് വരച്ച് ഡ്രോ ചെയ്തിട്ട് വേണം നമുക്ക് റിമൂവ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ടൈം കൺസ്യൂമിങ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ ഇങ്ങനത്തെ പിക്സ്ലർ പോലത്തെ ടൂൾസുകൾ യൂസ് ചെയ്യാൻ നമുക്ക് നമ്മളെ വർക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പം ഈ ഒരു ടൂളിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ കംപ്ലീറ്റ് AI റിലേറ്റഡ് ടൂളാണ്. നമ്മളെ ഇമേജ് ഡിറ്റക്ട് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പറായിട്ട് പിക്സൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരും. അതുകൂടാതെ നമുക്ക് എക്സാക്റ്റ് സെയിം ഒറിജിനൽ ഡെപ്തിൽ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താക്കാം, നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ടൂളൊന്ന് പരിചയപ്പെടാം. സോ നമുക്ക് എന്താക്കാം, വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്ക് ഈ പിക്സ്ലർ എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ pixlr.com പോവാം. pixlr.com പോയി കഴിഞ്ഞാൽ പിക്സ്ലറിൻ്റെ വെബ്സൈറ്റാണിത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, URL കാര്യങ്ങളും നിങ്ങൾ പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് പിക്സ്ലർസ്. അപ്പോൾ പിക്സ്ലറിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കുറേ അധികം ഓപ്ഷൻസ് കാണും. കണ്ടോ, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ വീഡിയോ ട്യൂട്ടോറിയൽസും സ്റ്റോക്ക് ഇമേജസും കുറേ കാര്യങ്ങളുണ്ട് ഇതിലും. അപ്പോൾ ഇതിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് ഈ BG റിമൂവൽ അല്ലെങ്കിൽ റിമൂവ് BG എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസാണ്. ഇനിയിപ്പോൾ ഞാൻ റിമൂവ് BG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേകം ടൂളിൻ്റെ ഇൻസൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് BG റിമൂവലിൻ്റെ മെയിൻ സ്ക്രീൻ കാണാൻ പറ്റും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക AI റിലേറ്റഡ് ആയിട്ടുള്ള ടൂളാണ്.
നമ്മളെ ഇമേജസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് എന്താക്കി തരും, നമ്മൾ ബീജ് റിമൂവ് ചെയ്ത് തരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ നമുക്കറിയാം നമ്മളെ UI ഡിസൈനിലൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പം ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. വിത്തിൻ സെക്കൻഡ് നമുക്ക് എന്താക്കും, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഒരു ഇമേജ് എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു അൺസ്പ്ലാഷിൽ പോയി ഒരു ഇമേജ് എടുക്കാൻ പോവാണ്. നമ്മൾ ഈ ഒരു ഇമേജാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കതിന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മളെ പിക്സലർ എടുക്കുക, അതിലെന്താക്കുക, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമുക്കൊന്നെങ്കിലും ഡ്രാഗ് ചെയ്തിടാം, അല്ലെങ്കിൽ ഓപ്പൺ ഇമേജ് കൊടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് സൈസസുകളും ചോദിക്കുന്നുണ്ട്. ഫുൾ HD ആണോ, ഒറിജിനൽ സൈസ്, അതായത് എക്സാക്റ്റ് വാട്ട് എവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമേജ് അതിൻ്റെ എക്സാക്റ്റ് സെയിം ആണോ, ഇനി അൾട്രാ HD ആണോ, അതുണ്ട്. പിന്നെ മാക്സിമം അതായത് ഫുൾ HD ഉണ്ട്. പിന്നെ വെബ് റിലേറ്റഡ് ആയിട്ടുള്ളുണ്ട്. നമുക്ക് എന്താക്കാം, ഒരു വെബ് റിലേറ്റഡ് ആയിട്ടുള്ള കൊടുക്കാം, അല്ലെങ്കിൽ ഫുൾ HD കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെബ് റിലേറ്റഡ് എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്ലൈ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്രോസസ്സ് നടക്കുകയാണ്. ഇപ്പം AI എന്താ പറയുക, അനലൈസ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാണ്. കണ്ടോ, പിക്സൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ആ ഇമേജ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഒരു പെൻ ടൂൾ വെച്ച് നമ്മൾ ഇതിനെ കറക്റ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന എത്രയോ മടങ്ങ് എളുപ്പത്തിൽ നമുക്ക് എന്താക്കാം, വിത്തിൻ സെക്കൻഡ് നമുക്ക് ഇമേജ് കിട്ടും. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. PNG ഫോർമാറ്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത ഇമേജ് നിങ്ങൾക്ക് കാണാനാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതിനിപ്പം എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ PNG ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു സ്ക്രീൻ എടുത്തിട്ട് നമുക്ക് കണ്ടോ ഇമേജ് ഇവിടെ കൊണ്ടുപോയി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ള പ്രോപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇമേജസ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, വളരെ യൂസ്ഫുള്ളായിട്ടും വളരെ എന്താ പറയുക ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പിക്സലർ യൂസ് ചെയ്യുന്നത്, പിക്സലറിൻ്റെ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള പിക്സലറിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാം. അപ്പം ഈ ഒരു ടൂൾ നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ഇത് സബ്സ്ക്രിപ്ഷൻ മോഡലാണ്, സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അതുപോലെ ഫ്രീയും ഉണ്ട്. നമുക്ക് ഫ്രീ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ മസ്റ്റായിട്ട് എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ പോയി ഇന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സീ ബൈ ഗൈസ്.